Good afternoon. Okay, so welcome to yet another live session from Teachers Academy. This is Varsha here with you. Yes, good afternoon, everybody. Good afternoon. Yes, so I know that you people are all set for your examination, which is happening on this Saturday, that is February 10th. എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് റെഡി ആയിരിക്കുകയാണെന്നുള്ളതറിയാം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം എന്നുള്ളത് വെച്ചിട്ടാണ് ഐ എം ഹിയർ വിത്ത് യു ടു ഡിസ്കസ് ദാറ്റ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി. ഗുഡ് ആഫ്റ്റർനൂൺ. I hope all of you are doing good. Yes. Okay, so let people join. For the time being, let's discuss what are the things that we need to recap before going into the examination. Okay, yes. So last minute preparation. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ആൻഡ് വി ഓൾ നോ ദാറ്റ് ദിസ് examination is going to happen on 10th of February. Yes, so ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ ബേസിക് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് ഐ വോണ്ട് യു പീപ്പിൾ ടു ജസ്റ്റ് ഹാവ് എ നോട്ട് എന്നുള്ള രീതിയിലേക്കാണ് ഐ എം ഹിയർ. സോ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ഐ വോണ്ട് യു പീപ്പിൾ ടു ബി നമുക്കറിയാം ഇൻഡിവിജ്വൽ സെഷൻ ആയതുകൊണ്ട് തന്നെ വെൻ യു എൻറ്റർ ഇൻ ടു ദി എക്സാമിനേഷൻ ഹാൾ, നമ്മളതിന് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്, calm yourself down, then approach the examination. Okay, so we know that the first thing is warm up. നമുക്ക് ആദ്യമേ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഏറ്റവും ആദ്യമേ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? വാം അപ്പ് സെക്ഷൻ. സോ വാം അപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് യു ഹാവ് ബീൻ ഡിസ്കസിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. യു ഹാവ് ബീൻ പ്രിപ്പയറിങ് വെൽ. സോ അവിടെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വാം അപ്പ് സെഷൻ വരുമ്പോഴത്തേക്കൊന്നും. സോ വി നോ ദാറ്റ് നിയർലി ഒരു 1 to 4 minute ആണ് നമ്മുടെ സെഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയാം. where they'll be asking you certain n number of questions. അവിടെ ക്വസ്റ്റ്യൻസിന് ഇങ്ങനെ നമ്പർ ലൈക്ക് ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ ചോദിക്കാവൂ എന്നൊന്നും മെൻഷൻഡ് അല്ല. സോ ദേ ക്യാൻ ആസ്ക് യു n number of questions. സോ ബി പ്രിപ്പയർഡ് വിത്ത് ദ സെയിം. ആൻഡ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഒരു ലൈവിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്. സോ വെൻ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ, ലൈക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരുന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ആവരുത്. ഐ വോണ്ട് യു പീപ്പിൾ ടു ഗീവ് എ മച്ച് മോർ ലൈക്ക് നാച്ചുറലി ഒരു ക്വസ്റ്റ്യനെയർ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം. when you're getting a question, well, I chose nursing എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് ബെറ്റർ. ലൈക്ക് പ്രതീക്ഷിച്ചിരുന്നിട്ട് പെട്ടെന്നൊരു റെസ്പോൺസ് കൊടുക്കുന്ന പോലെ ആവരുത്. ലൈക്ക് അതൊരു മഗ്ഡപ്പ് ഫീലിംഗ് തരും. പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മഗപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ നാച്ചുറലായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വേറൊരു കാര്യം പറയാനുള്ളത്, ഡോണ്ട് ഗീവ് വൺ സെൻറ്റൻസ് റിപ്ലൈ. സോ വൈ ഡിഡ് യു ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, സോ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോൾ ഐ ബിലീവ് മൈ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഇസ് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞ് അവിടെ നിർത്തരുത്. ഐ വോണ്ട് യു പീപ്പിൾ ടു ആഡ് ഓൺ ടു ഇറ്റ്. ഓക്കെ, സോ ഗീവ് എ റെസ്പോൺസ് ഇൻ അറ്റ്ലീസ്റ്റ് 2 to 3 sentences എങ്കിലും നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. 2 to 3 sentences റിപ്ലൈ ആയിരിക്കണം. ഒരു 1 sentence റെസ്പോൺസ് ആയി പോകരുത്. മനസ്സിലായോ? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ. ബിക്കോസ് നമുക്ക് ഈ ഒരു 1 to 4 minute ആണ് നമ്മുടെ വാമപ്പിൻ്റെ ടൈമിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ഐ വോണ്ട് യു പീപ്പിൾ ടു ജസ്റ്റ് ടോക്ക്. അവിടെ ഒരു 1 sentence റിപ്ലൈ കൊടുക്കും, മേ ബി അവർ അതിനെപ്പറ്റി വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിലോ. സോ ഐ വോണ്ട് യു പീപ്പിൾ ടു ഗീവ് എ റെസ്പോൺസ് ഇൻ അറ്റ്ലീസ്റ്റ് 2 to 3 sentences. So when a person is asking a question, try to elaborate on it so that you are giving an idea that you can speak out. You have a confidence or you have got the command over language to speak it out. Okay, so നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 sentences എങ്ങനെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഐ always used to say, നമ്മൾ ജനറലി ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. Why did you choose to be a nurse? Or what are the essential qualities of a nurse? Do you have a role model in your profession? Okay, then what will be your piece of advice for the upcoming nurses? Okay, then what makes you a good nurse? എന്ന് ചോദിക്കാം. ക്വാളിറ്റി പറഞ്ഞാൽ മതി, a quality that you possess എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാം. Okay, then tell me about a recent course that you have recently attended. Tell me about a course that you have recently attended, mention ചെയ്യാം. Routine or a typical day, something which they have been asking constantly. So അതും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക. നമുക്ക് റുട്ടീൻ ഓർ ടിപ്പിക്കൽ ഡേ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നോട്ട് ബൈ ഐ സ്റ്റാർട്ടഡ് മൈ ഡേ എന്ന് പറയാതെ, അല്ലെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് മൈ ഡേ അല്ല, സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ആൻഡ് മോറോവർ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്തും ഒരു നോർമൽ പേസിൽ തന്നെ പോവുക. ഡോണ്ട് മേക്ക് ഇറ്റ് ടു ഫാസ്റ്റ്. ഓക്കെ, സോ ട്രൈ ടു ഫോക്കസ് ഓൺ ദാറ്റ് ആസ് വെൽ. ഒരുപാട് സ്പീഡിൽ പോയിട്ട് ലൈക്ക് ക്ലംസി ആക്കണ്ട. പതിയെ നിങ്ങൾ നോർമൽ പേസിൽ നമ്മൾ ഒരാളോട് കോൺവേഴ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിച്ച് പോകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, ദിസ് ഈസ് ഓൾസോ സംതിങ് വിച്ച് ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ. സോ വാം അപ്പ് സെക്ഷൻ പറയുമ്പോൾ മേക്ക് ഇറ്റ് ഗിവ് എൻ ഇമ്പാക്റ്റ് ദെയർ ഇറ്റ് സെൽഫ്. ഐ യൂസ് ടു ഓൾവേസ് സേ ദിസ് തിങ്, വെൽ ബിഗിൻ ഇസ് ലൈക്ക് ഹാഫ് ഡൺ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾക്കൊരു ടെൻഷൻ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വാമപ്പിലൂടെ തന്നെ സംസാരിച്ച് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കണം. വി നോ ദാറ്റ് ദർ ഇസ് നോ അസസ്മെൻറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ എ പേഴ്സൺ ഇസ് ലിസ്ണിംഗ് ടു യോർ ഓഡിയോ, ഇറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ദേ വിൽ ബി ലിസ്ണിംഗ്. So just focus on it. Okay, and one more question, maybe tell me about your professional background എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് മെൻഷൻ ചെയ്യണം. സോ ഐ എം എ നേഴ്സ് ബൈ പ്രൊഫഷൻ. ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഫ്രം എവിടെ നിന്നാണോ അത് മെൻഷൻ ചെയ്യുക, ഇൻ ദി ഇയർ ഓഫ് ദിസ്. Then I have an experience of these many years from a reputed hospital. If you want to mention the hospital name, you may. If not, from several reputed hospitals, different ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി എന്ന് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ദിസ് കോളേജ് എന്ന് മെൻഷൻ ചെയ്യാം. ഫോളോഡ് ബൈ ദാറ്റ് നമുക്ക് എന്ത് പറയാം? സോ ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് 6 months ആസ് എ നഴ്സിംഗ് ട്രെയിനി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് മൈ സ്റ്റഡീസ് എന്ന് നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? സോ ദീസ് ആർ സർട്ടൻ ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് ബീങ് ആസ്ക്ഡ് റെഗുലർലി. So just try to focus on that. Okay, so what are they? ഈ പറഞ്ഞ പോലെ തന്നെ, why did you choose nursing? Why did you what are the essential qualities of a nurse? What makes you a good nurse? Okay, then your typical day as a nurse ചോദിക്കാം. Then your piece of advice for the upcoming nurses mention ചെയ്യാം. So these are certain questions that I want you to focus on. അതൊന്ന് ഫോക്കസ് ചെയ്യുക. Warm up. Just like I mentioned, try to give a response for at least 2 to 3 sentences എങ്കിലും ഉണ്ടായിരിക്കണം. Okay, then moving on to the next thing. So what is the next thing? You'll be getting your role play card. Then you'll be having your preparation time. So to read the card, അപ്പോൾ my suggestion is please utilize the preparation time adequately. എങ്ങനെയാണ് ഈ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതിനെയും ബൈ അനലൈസിങ് ദി കാർഡ്. ഇപ്പോൾ കാർഡ് അനാലിസിസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. ഓൾറെഡി ആ കാർഡ് അനാലിസിസ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാർഡ് അനാലിസിസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഓക്കെ, സോ 3 അഡിക്വേറ്റ് ആയിട്ടുള്ള. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു നീഡ് ടു കൺഫേം ഇസ്, നമ്മൾ കൺഫേം ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇറ്റ് ഇസ് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ആ കേസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് യു ഗോണ സ്പീക്ക് ഔട്ട് ഫോർ ദി ഇൻട്രോ എന്നുള്ള കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നെ ജോട്ട് ഡൗൺ ചെയ്യാം. Yes, good afternoon. Good afternoon, guys. Yes, definitely. These are the warm-up-ന് ഈ പറയുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നോ അതർ ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. സോ യു ഡോണ്ട് നീഡ് ടു ഗെറ്റ് വറീഡ് അബൌട്ട് ദാറ്റ് പാർട്ട്. ഓക്കെ, സോ പ്രിപ്പറേഷൻ ടൈമിൻ്റെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ദിസ് 3-minute പ്രിപ്പറേഷൻ ടൈം എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യേണ്ടത്? സോ അനലൈസിങ് ദ കാർഡ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഹിയർ. സോ ഫസ്റ്റ് തിങ്, ഐഡൻറ്റിഫൈ ദ കേസ് പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻട്രോ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ അൺനോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ ടൈം വേസ്റ്റിൻ്റെ കൂടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നു, റീസൺ ഫോർ വിസിറ്റ് ചോദിക്കുന്നു, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ ഐ മെൻഷൻ ദിസ് പാർട്ട് ഇസ് ബിക്കോസ് ഇപ്പോൾ നമ്മളത് വായിച്ചു കഴിഞ്ഞിട്ട് വാട്ട് ഇഫ് യു ആർ റീഡിങ് ദ കാർഡ് ആൻഡ് യുവർ ഓൾ ഓഫ് എ സഡൻ യുവർ ടൈം ഇസ് അപ്പ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കേസ് മനസ്സിലാക്കുക. അതിനുശേഷം ഇൻട്രോ പറയേണ്ടത് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ യു വോണ്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് കൺഫ്യൂഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? അത് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ദെൻ ദ സെക്കൻഡ് തിങ് വുഡ് ബി മാർക്കിംഗ് ദി കീവേഡ്സ്. കീവേഡ്സ് എന്ത് ചെയ്യുക,
ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഫൈൻഡ് ഔട്ട് വരാം. ഓരോ കീവേഡ്സിന് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. യു മേ ഗോ ത്രൂ ദാറ്റ് ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ. അപ്പോൾ മാർക്കിംഗ് ഡൗൺ ദ കീവേഡ്സ്, ഓരോ ബുള്ളറ്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു കീവേഡ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഡിനെ അപ്രോച്ച് ചെയ്യുന്നതും എങ്ങനെ ആയിരിക്കണം, ആ പ്രോപ്പർ വേയിൽ തന്നെ ആയിരിക്കണം. മാർക്കിംഗ് ഡൗൺ ദ കീവേഡ്സ്, ഓരോ കീവേഡിൻ്റെയും അപ്രോച്ച് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഹൗ ടു ഗിവ് എൻ ഇമ്പാക്ട്ഫുൾ അപ്രോച്ച്, ആ കീവേഡ്സ് മാർക്ക് ഡൗൺ ചെയ്ത് വെക്കുക. ഫൈൻഡ് ഔട്ട്, ചെക്ക്, എക്സ്പ്ലോർ, ഇതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ കീവേഡ്സും യെസ് എക്സ്പ്ലോർ ദ റെലവൻസ് ചോദിക്കാം ഡെഫിനറ്റ്ലി. അപ്പോൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആസ്ക് എന്നുള്ളൊരു പോയിൻ്റാണ് അവിടെ വരുന്നത്. സോ ഐ വോണ്ട് യു ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദീസ് തിങ്സ് സോ ദാറ്റ് യു വോണ്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് കൺഫ്യൂഷൻ ദർ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ മാർക്കിംഗ് ഡൗൺ ദ കീവേഡ്സ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. മോർ ഓവർ ഞാൻ എപ്പോഴും ഈ കാർഡ് അനാലിസിസിൽ നമ്മൾ കേസ് നോക്കുമ്പോഴേ അല്ലെങ്കിൽ സെറ്റിംഗ് സിനാരിയോ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, 3 അഡിക്വേറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാറുണ്ട്. ഹു ആം ഐ, ടു ഹൂം ആം ഐ ഗോയിങ് ടു സ്പീക്ക് വിത്ത്, ആൻഡ് വാട്ട് ഈസ് ദി റീസൺ ഫോർ ദ കൺസൾട്ടേഷൻ. റീസൺ ഫോർ കൺസൾട്ടേഷൻ നോക്കി കഴിയുമ്പോഴേ നമുക്ക് കേസ് മനസ്സിലാകും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഒരു കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു റീക്യാപ്പ് എന്ന രീതിയിലാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. സോ നമ്മൾ കേസ് ഐഡൻറ്റിഫൈ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ റോൾ നോക്കാം. ഹു ആം ഐ. ദ സെക്കൻഡ് തിങ് ഇസ് ടു ഹൂം ആം ഐ ഗോയിങ് ടു ഹാവ് ദ കോൺവെർസേഷൻ വിത്ത്, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്. ആൻഡ് ദ തേർഡ് തിങ് വുഡ് ബി, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ദ റീസൺ ഫോർ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ദ റീസൺ ഫോർ ദി കോൺവെർസേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ ഒരു കാര്യം നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് മനസ്സിലാകും. വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇറ്റ് ഇസ്, എന്ത് കൈൻഡ് ഓഫ് കേസാണ് ഇത് എന്ന് മനസ്സിലാകും. ഇൻട്രോ നിങ്ങൾ ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ മാർക്ക് ദി കീവേഡ്സ്, ഓരോ കീവേഡ്സും പ്രോപ്പർലി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിന് തുടങ്ങുന്ന ഒരു എങ്ങനെയാണ് ആ കീവേഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നും കൂടി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് യു വോണ്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് കൺഫ്യൂഷൻ. ഓക്കെ. അപ്പോൾ പുതിയ കീവേഡ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോർ വരാം, എസ്റ്റാബ്ലിഷ് വരാം, ചെക്ക് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു ടാസ്കിൽ ഒരൊറ്റ പോയിന്റ് മാത്രമാണ് കൺവേ ചെയ്യുക എന്നല്ല, ഒരൊറ്റ ടാസ്കിൽ മേ ബി 2 to 3 പോയിൻറ്റ്സ് കൺവേ ചെയ്യാൻ വരും. അപ്പോൾ അവിടെയും നമ്മൾ എന്തായിരിക്കണം, ഒരു പ്രോപ്പർ അപ്രോച്ച് ആയിരിക്കണം അവിടെയും കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയും ഇപ്പോൾ ഒരൊറ്റ സിംഗിൾ ബുള്ളറ്റ് പോയിന്റിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു 2-3 കാര്യം അത് ജസ്റ്റ് മാർക്ക് ഡൗൺ ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ 1 2 3 4 ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ ദാറ്റ് യു വോണ്ട് ബി ഹാവിങ് എനി കൺഫ്യൂഷൻ. നമ്മുടെ അപ്രോച്ചും എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഐ ഗെസ് യു പീപ്പിൾ ആർ വിത്ത് മീ. ക്യാൻ ഐ അസ്യൂം ദ സെയിം? ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഐ നോ ദാറ്റ് യു പീപ്പിൾ ആർ ബീൻ പ്രിപ്പയറിങ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് എന്തൊക്കെയാണെന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കേണ്ടത് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ടോൾഡ് യു അബൌട്ട് ദ വാം അപ്പ് ആൻഡ് യൂട്ടിലൈസിങ് ദ പ്രിപ്പറേഷൻ ടൈം. ഇത് ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നൗ വി ആർ മൂവിങ് ഓൺ ടു ദി പ്രസൻറ്റേഷൻ. Number 3 will be our presentation. So നമ്മുടെ presentation എങ്ങനെ പ്രോപ്പർ വേയിൽ കൊണ്ടുപോകാം. യെസ്, അപ്പം ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമാണ് ജോട്ടിങ് ഡൗൺ ദ പോയിൻറ്റ്സ് എന്നുള്ളത്. വിത്തൗട്ട് എനി കൺഫ്യൂഷൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ എന്ത് ചെയ്യുക, മാർക്ക് ഡൗൺ ദ കീവേഡ്സ് ആൻഡ് ജോട്ട് ഡൗൺ ദ പോയിൻറ്റ്സ്. 1 2 3 4 ഓരോന്നും ബുള്ളറ്റ് പോയിൻറ്റ്സ് നിങ്ങൾക്കൊന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് നിങ്ങൾക്ക് പ്രോപ്പർലി മൂവ് ചെയ്യാനും പറ്റും. പിന്നെ ബുള്ളറ്റ് പോയിന്റിൽ ഏത് ഒരു ക്വസ്റ്റ്യൻ എവിടെയാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പോയിന്റ് ആ വേർഡ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെപ്പറ്റീഷൻസ് എന്ത് ചെയ്യാം, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആ പറയേണ്ട പോയിൻറ്റ്സ് അല്ലെങ്കിൽ എവിടെയൊക്കെ റിയഷോർ ചെയ്യണം, ജസ്റ്റ് ആർ എന്നൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താകും, ഒരു ഐഡിയ കിട്ടും. ഞാൻ അവിടെ ഒരു റിയഷോറൻസ് ഫ്രേസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓർഗനൈസിങ് ദ ടാസ്ക് ഇസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ് സോ ദാറ്റ് യു വോണ്ട് ബി ഹാവിങ് എനി കൺഫ്യൂഷൻ. അപ്പോൾ പ്രസൻറ്റേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഓൾവേസ് കീപ്പ് എ ഡയലോഗ് മാനർ. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ്, കോൺവെർസേഷൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ എ കോൺവെർസേഷണൽ മോഡ്, കോൺവെർസേഷൻ ഫോം ആയിരിക്കണം എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ഒറ്റയ്ക്ക് സംസാരിച്ചങ്ങ് പോവരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ദി പേഷ്യൻസ് ഐഡിയാസ്, എക്സ്പ്ലോർ ദി പേഷ്യൻസ് വ്യൂസ് ഓൾസോ. പേഷ്യൻറ്റിൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ക്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് എക്സ്പ്ലോർ ചെയ്ത് തന്നെ വേണം പോവാനായിട്ട്. അതായത് ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കാര്യം എന്താണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഡു യു ഹാവ് എനി കൺസേൺ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ എന്ന് കൺസേൺസ് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് തന്നെ പോവുക. ഓൾവേസ് കീപ്പ് ഇറ്റ് ഇൻ എ ഡയലോഗ് മാനർ. മനസ്സിലായോ? കോൺവെർസേഷൻ്റെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള കാര്യം എന്താണ്, മേക്കിംഗ് ഇറ്റ് ഇൻ എ ഡയലോഗ് മാനർ. സോ കീപ്പ് ഇറ്റ് ഇൻ ഓർ മെയിൻറ്റെയിൻ ദി കോൺവെർസേഷൻ ലൈക്ക് ഇൻ എ ഡയലോഗ് മാനർ. രണ്ടുപേരും സംസാരിക്കണം, ഈക്വലി പാർട്ടിസിപ്പേറ്റഡ് ആയിരിക്കണം. മെജോറിറ്റി നിങ്ങളായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക.
അല്ലേ? ആൻഡ് ദ സെക്കൻഡ് തിങ്, വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹിയർ? മെയിൻറ്റെയിനിങ് IPR. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂടുതലും ടാസ്ക് ഓറിയൻറ്റഡ് ആയി അങ്ങ് പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ IPR മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? റീഅഷോറൻസ് യൂസ് ചെയ്യാറുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എംപത്തി സിമ്പത്തി ഫ്രേസസ് യൂസ് ചെയ്യാറുണ്ട്. ബീയിങ് എംപത്തറ്റിക് ആൻഡ് ഓൾസോ സിമ്പത്തറ്റിക് വിത്ത് ദി പേഷ്യൻറ്റ്. എംപത്തി ആൻഡ് ഓൾസോ സിമ്പത്തി ഫ്രേസസും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ ട്രൈ ടു മേക്ക് എ ഫോക്കസ് ഓൺ ദാറ്റ് ഓൾസോ. മോർ ഓവർ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഒരു എന്താണ് ചില കേസിൽ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, വാട്ട് ഇഫ് ദ പേഷ്യൻ ഇസ് നോട്ട് ഒരുപാട് കൺസേൺഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇഫ് ദേ ആർ നോട്ട് എക്സ്പ്രസിങ് ദെയർ വറീസ്. Good afternoon, guys. Good afternoon. Yes. So if in case they are not expressing any worry, I'm not can you just tell me എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. I'm not worried, I'm really concerned, അല്ലെങ്കിൽ I'm worried about this thing എന്നൊരു പോയിന്റ് വരുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാം. എന്നുദ്ദേശിക്കുന്നത് എന്താണ്? അവർ കൺസേൺ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വാല്യുബിൾ കൺസേൺ റാദർ ദാൻ ജസ്റ്റ് ഗോയിങ് വിത്ത് എക്സ്പ്ലനേഷൻ. സോ ഐ ഹാവ് ദിസ് കൺസേൺ, കുഡ് യു പ്ലീസ് ടെൽ മീ ദ കോസ്? യെസ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ കോസ് എന്ന് പറഞ്ഞു പോവാതെ അവരുമായിട്ടൊന്ന് എന്താണ് പ്രോപ്പർലി മിങ്കിൾ ചെയ്ത് പോവുക. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കുന്ന ആ ഒരു കൺസേണിനെ നമുക്ക് പ്രോപ്പർ വേയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. യെസ്, ദാറ്റ് ഈസ് എ വാല്യുബിൾ കൺസേൺ ഫ്രം യുവർ സൈഡ്. അല്ലെങ്കിൽ ഐ ക്യാൻ റിയലി സെൻസ് യുവർ ഇമോഷൻ അറ്റ് ദ മൊമെൻറ്റ്. അല്ലെങ്കിൽ ഐ ക്യാൻ സെൻസ് ദാറ്റ് ഈസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുക. കൺസേൺ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും നമ്മളൊരു IPR മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഡോണ്ട് സേ മൈ പേഷ്യൻറ്റ് വാസ് നോട്ട് കൺസേൺ സോ ഐ ഡിഡ്ന്റ് യൂസ് എനി ഫ്രേസ് എന്നല്ല. അവരവിടെയും ഇപ്പോൾ ഇൻ കേസ് ഒരാൾ ഒരുപാട് കൺസേൺ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ വേയിൽ തന്നെ സംസാരിച്ച് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. മെയിൻറ്റെയിനിങ് എ റാപ്പോ വിത്ത് ദ പേഴ്സൺ properly. നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ജസ്റ്റ് മെൻഷൻ ദാറ്റ് ഈസ് ഈദർ അപ്രിഷിയേറ്റ് ഓർ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവരുടെ ഒരു പോയിന്റ് മനസ്സിലാവുന്നുണ്ട്, അവർ ആ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വാല്യുബിൾ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് ഫ്രേസസിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വൺ മോർ ആസ്പെക്ട് ഐ വോണ്ട് യു പീപ്പിൾ ടു ഫോക്കസ് ഓൺ ഇസ് റെസ്പെക്റ്റിംഗ് ദി പേഷ്യൻറ്റ്. And how do we respect the person? Not just by saying good Mr. Thomas അല്ലെങ്കിൽ Mrs. Thomas എന്ന് പറയുന്നതല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, how do we respect a person when they are speaking? I'm talking here, you people are listening to me, right? Not without any interruption. നിങ്ങൾ കേട്ടിരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. വി നോ ദാറ്റ് അവർ പറയുന്ന നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്താണ്? നമ്മുടെ കോൺവെർസേഷൻ ക്യാരി ഔട്ട് ചെയ്യാം. പക്ഷേ വെൻ എ പേഴ്സൺ ഇസ് ടോക്കിംഗ് ടു യു, ഡു ലിസൺ ടു ദെം, ഗീവ് സ്പേസ് ഫോർ ദെം ടു ടോക്ക്. മനസ്സിലായോ? അവർ പറയുന്ന സമയത്ത് ചാടിക്കയറി റെസ്പോൺസ് പറയരുത്. അവർ പറഞ്ഞ് എൻ്റെ ഇത് കഴിയുമ്പോൾ മാത്രം അഡിക്വേറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ടാസ്കിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ലെങ്തി ടാസ്ക് എന്ന് കാണുമ്പോഴത്തേക്കൊന്നും അവർ പറഞ്ഞ് തീരുന്നതിന് മുന്നേ പെട്ടെന്ന് ചാടിക്കയറി സംസാരിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതൊന്നും എന്ത് ചെയ്യുക? മാറ്റുക. അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വെൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഐ ഗോട്ട് യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഫോർ ഇൻസ്റ്റൻസ്, ഡു യു ഹാവ് എനി കൺസേൺ എന്ന് ചോദിച്ചു. അത് വെയിറ്റ് ചെയ്യുക. ലെറ്റ് ദം റെസ്പോണ്ട്. വെൽ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, യു മൈറ്റ് ബി റിയലി വറീഡ് എന്ന് പറയുന്നതിൽ പോയിന്റ് ഉണ്ട്. അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ, ഡു യു ഹാവ് എനി കൺസേൺ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദ ട്രീറ്റ്മെൻറ്റ്? യെസ് തോമസ്, ദാറ്റ് ഈസ് എ വാല്യുബിൾ ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ട്രീറ്റ്മെൻറ്റ് ഫോർ യു എന്ന് പറയുമ്പോഴും അവിടെ IPR മെയിൻറ്റെയിൻ ആയി. വി ആർ ഹാവിങ് എ ഗുഡ് റാപ്പോ വിത്ത് ദ പേഴ്സൺ. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വി ആർ ഗിവിങ് സ്പേസ് ഫോർ ദം ടു സ്പീക്ക് വെൻ ദേ ആർ ഹാവിങ് എ കോൺവെർസേഷൻ. അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് അഡീക്വേറ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് ടു സ്പീക്ക് ഔട്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ ദീസ് ആർ സർട്ടൻ തിങ്സ് ദാറ്റ് ഐ വോണ്ട് യു പീപ്പിൾ ടു ഫോക്കസ് ഓൺ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ എല്ലാത്തിനകത്തും ഞാൻ ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റ് വോണ്ട് ബി കൈൻഡ് ഓഫ് റിയലി കൺസേൺഡ്. ഒരുപാട് കൺസേൺഡ്, വറീഡ് അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒന്നും വരണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ അഡീക്വേറ്റ്ലി ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ആപ്റ്റായിട്ട് ഡീൽ ചെയ്യുന്നു. യു കാൺ സേ ദ പേഷ്യൻറ്റ് വാസ് നോട്ട് കൺസേൺ സോ ഐ ഡിഡ്ന്റ് യൂസ് എനി ഫ്രേസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഇൻ കേസ് യുവർ പേഷ്യൻറ്റ് ആപ്റ്റായിട്ടുള്ള ഫ്രേസ് യൂസ് ചെയ്താൽ മതി. കൺസേൺ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. എന്താണ് ഇവിടെ ഇപ്പോൾ ഐ ക്യാൻ റിയലി സെൻസ് യുവർ കൺസേൺ എന്ന് പറയാണ്ട് ദാറ്റ് ഈസ് എ റീസണബിൾ കൺസേൺ. നിങ്ങൾ ആ പറഞ്ഞതൊരു റീസണബിൾ കൺസേൺ ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ് എന്ന് മെൻഷൻ ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹൗ ടു അപ്രോച്ച്, അല്ലെങ്കിൽ ഹൗ വിൽ ബി ഗീവിങ് എൻ അപ്രോച്ച് ടു ദ പെർട്ടിക്കുലർ അപ്രോച്ചിങ് ദ ക്വസ്റ്റ്യൻ വെൻ എ പേഴ്സൺ ഇസ് ടോക്കിംഗ് ടു യു. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഹൗ ടു മെയിൻറ്റെയിൻ എ പ്രോപ്പർ IPR എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇഫ് ഇൻ കേസ് ദ പേഴ്സൺ ഇസ് കൺസേൺ,
concerned, what if the patient is not that much concerned, ഒരുപാട് കൺസേൺഡ് ആണെന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടം വരെ ഓക്കെ ആണല്ലോ? ഐ ഹോപ്പ് യു പീപ്പിൾ ആർ വിത്ത് മീ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കൺവേ ഇറ്റ് ടു മീ. സോ നമ്മൾ കോൺവെർസേഷൻ സമയത്ത് എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം മെയിൻറ്റെയിനിങ് ഇറ്റ് ഇൻ എ ഡയലോഗ് മാനർ, കോൺവെർസേഷൻ മോഡിൽ തന്നെ കൊണ്ടുപോവുക വിത്ത് എക്സ്പ്ലോറിംഗ് ദ പേഷ്യൻസ് ക്യൂസ് ഇൻ ഐഡിയാസ് ആൻഡ് ഓൾസോ ചെക്കിംഗ് ദിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ചെക്കിംഗ് ദിയർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അവർക്ക് മനസ്സിലായോ എന്നുള്ളത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യും? അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർലക്യൂട്ടറിനെ നമ്മുടെ കോൺവെർസേഷനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് തിങ് ചെക്കിംഗ് ദിയർ അണ്ടർസ്റ്റാൻഡിങ്, സെക്കൻഡ് തിങ് എക്സ്പ്ലോറിംഗ് ദ പേഷ്യൻസ് ക്യൂസ് ആൻഡ് ഐഡിയാസ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ മെയിൻറ്റെയിനിങ് IPR, പ്രോപ്പർ മെയിൻറ്റെയിനിങ് IPR എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോൾ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ വോണ്ടഡ് ടു ഡിസ്കസ് വൺ മോർ തിങ് ഹിയർ വിത്ത് യു ഗൈസ് ഇസ് ലൈക്ക് ഇപ്പോൾ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിന് ഓൺ ദി 26th of January നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞ ഒരു കാര്യമാണ്, പോയിൻറ്റ്സ് കുറച്ച് കുറവായിരുന്നു പറയാനായിട്ട്. നിയർലി ഒരു 4 അല്ലെങ്കിൽ ഒരു 5 പോയിൻറ്റ്സ് ആയിരുന്നു അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ വെൻ ദേ പ്രസൻറ്റഡ് ദ ടാസ്ക്, അവർക്ക് ടൈം നോക്കിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ ടൈം ഇൻ്റർലക്യൂട്ടർ ദേ വർ ഷോയിങ് ഇറ്റ്, സോ നിയർലി ഒരു 1 minute 1.5 minute ഒക്കെ ബാക്കി വരുന്നുണ്ടായിരുന്നു, ബിക്കോസ് ദ ടാസ്ക് വാസ് നോട്ട് ദാറ്റ് മച്ച് ലെങ്തി. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദ സെയിം. അപ്പോൾ നിങ്ങൾക്ക് അതും ഒരു മനസ്സിലൊരു പോയിൻ്റ് ഉണ്ടായിരിക്കണം. വാട്ട് ഇഫ് ദ ടാസ്ക് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഓഫ് ലെങ്തി? എന്ത് ചെയ്യണം നമ്മളവിടെ? ഫസ്റ്റ് തിങ്, ഡോണ്ട് ലാഗ് ബിഹൈൻഡ്. ടാസ്കിൻ്റെ ലെങ്ത് ഒരുപാടില്ല എന്ന് കാണുമ്പോൾ ഒരുപാട് ലാഗ് അടിക്കരുത്. അറൗണ്ട് ഒരു 4 to 5 points കാണും, അത്രയും ഷോർട്ട് എന്നുള്ള രീതിയിലല്ല. അതായത് നമുക്കൊരു 5 minute കോൺവേഴ്സ് ചെയ്യാനുള്ള കാര്യമില്ല, അറൗണ്ട് ഒരു 1 minute ബാക്കി വരുന്ന പോലത്തെ. ഒരുപാട് ഷോർട്ട് ആവില്ല, ഡോണ്ട് വറി. ഓക്കെ, യെസ്. സോ ഇവിടെ 1 minute ബാക്കിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ഈസ് ദ തിങ് ദാറ്റ് യു പീപ്പിൾ യൂഷ്വലി ഡു വെൻ യു ഹാവ് ടൈം ലെഫ്റ്റ്? വാട്ട് ഈസ് ദ തിങ് ദാറ്റ് യു പീപ്പിൾ ഡു? യെസ്, summarizing. We usually summarize the task, അല്ലേ? Summarizing the task. അപ്പോൾ ഇറ്റ് ഈസ് പ്രിട്ടി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ടാസ്ക് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണം. ഫോർ 1 minute ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ടാസ്ക് നമ്മൾ 1 minute എങ്ങനെ സമ്മറൈസ് ചെയ്യും? അപ്പോൾ നമുക്ക് യൂഷ്വലി പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ ആ 1 minute ടൈം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഇത് നമ്മൾ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറഞ്ഞു കൊടുക്കുക, അല്ലേ? അപ്പോൾ നമുക്കൊരു പ്രോപ്പർ പേസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഫസ്റ്റ് തിങ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ വീണ്ടും പറയുമ്പോഴത്തേക്കൊന്നും യൂഷ്വലി ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, സ്പീഡ് കുറച്ചും കൂടി കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ വാട്ട് ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ ഇസ് കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്താലും ഇറ്റ്സ് പ്രിട്ടി ഫൈൻ. മനസ്സിലായോ? ഒരുപാട് അങ്ങ് സ്ലോ ആക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നതിനേക്കാളും ഒന്നും കൂടി ഒരു പടിക്ക് ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ടൊന്ന് സംസാരിക്കുകയാണെന്ന്. വെൽ തോമസ്, യു കെയിം ഹിയർ വിത്ത് കംപ്ലെയിൻസ് ഓഫ് ദിസ് ആൻഡ് ദിസ് ആൻഡ് വി ഡിസ്കസ് സോ ഫാർ എന്ന് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഗ് ആവണ്ട, എന്നാലും ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടരുത്. പക്ഷേ എന്നാലും വെൽ തോമസ്, യു കെയിം ഹിയർ വിത്ത് ദി കൺസേൺസ് ഓഫ് ദിസ് ആൻഡ് ദിസ്. ബേസിക് ഐഡിയ ഈസ് സ്പീഡ് കൂടരുത്. മനസ്സിലായോ? ഇപ്പോൾ 1 minute ഒക്കെ ടൈം ഉണ്ടെങ്കിൽ ടെൻസ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഡോണ്ട് ഡു ദാറ്റ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ പേസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. മോർ ഓവർ ദ പാറ്റേൺ ഓഫ് സമ്മറൈസിങ് എങ്ങനെയായിരിക്കണം? ഇപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ്, ദി കോസസ് ആൻഡ് ഓൾസോ യുവർ കണ്ടീഷൻ എന്ന് പറയുന്നതിന് പകരം ആ ജസ്റ്റ് ഒന്ന് റീഡ് ത്രൂ ദ ലൈൻസ്. അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യണം? ആ ഒരു പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക. ഓക്കെ, റീഡ് ദി ലൈൻസ് അഗൈൻ. സോ റീഡ്, അത് വീണ്ടും ഒന്ന് എന്ത് ചെയ്യുക? കോട്ട് ചെയ്യുക. അല്ലെങ്കിൽ റീഡ് എന്ന് ഞാൻ പറയുന്നില്ല, വീണ്ടും ഒന്ന് കോട്ട് ചെയ്യുക. അവിടെ നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്ന് കോട്ട് ചെയ്ത് തന്നെ പോവുക. ലൈക്ക് ജസ്റ്റ് ആ ഒരു കീ വേർഡ് മാത്രം പറയാതെ, കോസ്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാതെ കോട്ട് ഡൗൺ ദ ഫുൾ തിങ്. ഫുൾ തിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. സോ യു കെയിം ഹിയർ വിത്ത് ദ കംപ്ലെയിൻസ് ഓഫ് dizziness and drowsiness, and I told you that we suspect that you are anemic, and moreover we discussed on what is anemia. Let me tell you once again what is anemia. So it is a condition in which the person will be having a low hemoglobin level, which results in drowsiness, fatigue and also irritability ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്ന കീ വേർഡ്, ലൈക്ക് ആ ഒരു വേർഡ് മാത്രം പറയാതെ വാട്ട് യു വർ എക്സ്പ്ലെയിനിങ്, വാട്ട് യു ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻ, ആ പോയിൻ്റ് ഒന്ന് ജസ്റ്റും കൂടി ഒന്ന് പറയാം.
if you are reading it again, there is no mistake. എന്തുകൊണ്ടാണ് അവിടെ ഒരിക്കലും റെപ്പറ്റീഷൻ ആവുന്നില്ല. യു റീക്യാപ്പിംഗ്, നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നും കൂടി ആൾക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അതൊരു റെപ്പറ്റീഷൻ അല്ല. യു റീക്യാപ്പിംഗ് തിങ്സ്. സോ ഇറ്റ്സ് പ്രിറ്റി ഫൈൻ. സോ മൈ ഹംബിൾ സജഷൻ ഇസ് റീഡ് ഇറ്റ് അഗാൻ, കോട്ട് ഇറ്റ് അഗാൻ. മനസ്സിലായോ? ഡോണ്ട് ജസ്റ്റ് റീഡ് ദ കീവേഡ്സ് മാത്രം വായിച്ചു വിടാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടാസ്ക് ഫുള്ള് എന്ത് ചെയ്യുക, റീഡ് ഔട്ട് ചെയ്യുക. ആ കീവേഡ്സിൽ മാത്രം ആവരുത് ഫോക്കസ്. ഫോക്കസ് ഓൺ ദ ഹോൾ ടാസ്കിലായിരിക്കണം. എന്താണ് ആ ഒരു ടാസ്ക് കവർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ യൂഷ്വലി സമറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ദിസ് condition, I told you the causes, then I outlined the treatment for you എന്നാണ്, and I also gave you some suggestions എന്ന് പറയാണ്ട്. സോ തോമസ്, യു കെയിം ഹിയർ വിത്ത് ദിസ് ആൻഡ് ദിസ്, ആൻഡ് യു കെയിം ഹിയർ ടു എൻക്വയർ അബൌട്ട് ദ പ്രൊസീജിയർ. ഐ ടോൾഡ് യു വാട്ട് ആർ ദി നെസസറി തിങ്സ് ദാറ്റ് വി നീഡ് ടു ഡു ഫോർ ദ പ്രൊസീജിയർ. സോ ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദിസ് തിങ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. മനസ്സിലായോ? ആ പോയിന്റ് ഒന്നും കൂടി ഒന്ന് കോട്ട് ഡൗൺ ചെയ്യുക. No, there is no difficulty or there is no mistake if you are, just like I mentioned before, if you are quoting it once again, there is no mistake in it. ബിക്കോസ് നമ്മളിവിടെ ഹെൽത്ത് എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു മിസ്റ്റേക്ക് ആവുന്നതേ ഇല്ല. കാരണം ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റ് മനസ്സിലാവാത്ത കാര്യം അല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി സമറൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ ഇറ്റ്. ഡോണ്ട് ജമ്പ് ഇൻ ടു എ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ് വിൽ ബി മിസ്റ്റേക്ക് ആൻഡ് ദ പേഴ്സൺ വിൽ ബി റെഡ്യൂസിങ് ദ മാർക്ക്. അങ്ങനെയില്ല. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൺക്ലൂഷൻ നമ്മുടെ എങ്ങനെയാണ് യൂഷ്വലി വരിക? സോ ലാസ്റ്റ് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൺക്ലൂഷൻ നമ്മൾ യൂഷ്വലി പോണേ എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നു, നമ്മൾ ബിലീവ് ചെയ്യുന്നു, അതായത് ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ് ഓൾ യുവർ കൺസേൺസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഡു യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യം നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. വേറെ എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടോ അവർക്കറിയാനായിട്ട് എന്നുള്ള കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇൻ കേസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് ടൈം ലെഫ്റ്റ്, സോ ലെറ്റ് മീ സമറൈസ് വാട്ട് വി ഹാവ് ഡിസ്കസ്, അല്ലെങ്കിൽ ലെറ്റ് മീ റീക്യാപ്പ് വാട്ട് വി ഹാവ് ഡിസ്കസ് സോ ഫാർ. ഓക്കെ, ലെറ്റ് മീ സമറൈസ് വാട്ട് വി ഹാവ് ഡിസ്കസ് സോ ഫാർ എന്ന് പറഞ്ഞാണ് നമ്മൾ യൂഷ്വലി പോവുക. സോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഒരു കുഞ്ഞ് ടാസ്ക് കണ്ടു കഴിയുമ്പോൾ യു ഡോണ്ട് നീഡ് ടു പാനിക് ദെയർ. അവിടെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ജസ്റ്റ് കീ വേർഡ് മാത്രം കോട്ട് ചെയ്യാണ്ട് ആ ടാസ്ക് ഒന്നും കൂടി നിങ്ങളൊന്ന് എലാബറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്നും കൂടി കോട്ട് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദിസ് ഈസ് സംതിങ് വിച്ച് ഐ വാണ്ടഡ് റിയലി ടു ഡിസ്കസ് വിത്ത് യു സിൻസ് യു പീപ്പിൾ ആർ ഗോയിങ് ഫോർ ദി എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി വേണം. ഹൗ യു ആർ ഗോയിങ് ടു ഹൗ ദ കാർഡ് വിൽ ബി ഓൾ ഓഫ് എ സഡൻ വെൻ യു ഗെറ്റിംഗ് ദാറ്റ് സോർട്ട് ഓഫ് എ കാർഡ്. സോ ഐ ഡോണ്ട് വാണ്ട് യു പീപ്പിൾ ടു ഗെറ്റ് പാനിക്, അല്ലെങ്കിൽ അവിടെ വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ നമുക്ക് കൂളായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം, ബിക്കോസ് വി നോ how to give an approach to the particular task so far in this session. So I guess you are with me, you got an idea, things are clear? Okay, yes. So far we were discussing about the warm up section, in which I told you don't give a one word sentence or a one sentence reply. Try to make it in a 2 to 3 sentence reply, and don't jump പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് പെട്ടെന്ന് ഒരു ആൻസർ പറയുന്ന പോലെ ആയി പോകരുത്. ഐ വോണ്ട് യു പീപ്പിൾ ടു ജസ്റ്റ് ബി റിലാക്സ്ഡ് ആൻഡ് നാച്ചുറൽ വേയിൽ തന്നെ അപ്രോച്ച് ചെയ്യുക. മോർ ഓവർ, ഹൗ ടു യൂട്ടിലൈസ് ദ 3 minutes preparation time is something we discussed. That is making a deep analysis into the card, focusing on the case, what kind of a case it is. Then intro ഒന്ന് നമ്മൾ jot down ചെയ്ത് വെക്കുന്നു. Apart from that, marking the keywords, എന്തൊക്കെ keywords ആണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. Followed by that, what is the other thing? We will be doing focusing on the presentation. Presentation വരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്? Always maintaining it in a dialogue manner, checking the understanding of the person, exploring the cues or ideas of the person into incorporating them into our task properly, maintaining proper IPR, that is with proper reassurance, empathy, sympathy phrases. And in case of a patient overly concerned alla ennu namukku thoonanaanengiലും proper maintain IPR അല്ലെങ്കിൽ ആ റാപ്പോ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ സംസാരിക്കുക. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ്? റെസ്പെക്റ്റിംഗ് ദ പേഷ്യൻറ്റ്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടിരുന്ന് കേട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഫൈനലി, സമറൈസിങ്. ഹൗ ഡു വി സമറൈസ് എ ടാസ്ക്? Summarizing is pretty important when it comes to the present situation. Just like I mentioned, ഇപ്പോഴത്തെ ലാസ്റ്റ് എക്സാമിൽ വെച്ച് നോക്കിയിട്ടാണ് I gave you an idea on the same. Okay, so far we have been discussing this thing and I really hope it's clear. Okay ആണെന്നുള്ള കാര്യം വിശ്വസിക്കുന്നു. Is everything fine? Okay.
Yes. So thank you so much, guys, for listening to me all this while. I really hope that you got an idea regarding what we have discussed so far. And I want to really wish you a very all the best. Be calm. Definitely, we're gonna make it this time, and we'll be doing it. So God shower His blessings upon you. We'll be praying for you from here. Do your best. Give your best, and let's uh, let's fly to our dream destination this time. Thank you so much, guys. Thank you for listening to me. Thank you once again. Wishing you all the very best. We'll be praying for you. Thank you. Thank you for listening to me, guys.